വേനൽക്കാലം സമ്മർ സീസൺ എന്ന് കേൾക്കുമ്പോഴേ ആകെ ഒരു ഇതാട്ടോ, ചൂടും പൊടിയും ആകെ ഒരു ബഹളമാണ്. ആ സമയം നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നമ്മൾ കറക്റ്റ് കെയർ കൊടുത്തില്ലെങ്കിലേ നന്നായിട്ട് പണി കിട്ടും കേട്ടോ. അപ്പം ഞാൻ കരുതി എൻ്റെ സമ്മർ സ്കിൻ കെയർ റൊട്ടീൻ ഒന്ന് കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ആദ്യത്തെ പരിപാടി നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ടാങ്കിലെ വെള്ളമൊക്കെ ചൂടായിരിക്കും കിടക്കുന്നത്, എങ്കിലും കുഴപ്പമില്ല. ഞാൻ ആ പൈപ്പിൽ നോർമൽ വാട്ടറിലാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. തണുത്ത വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യണമെങ്കിൽ ഐസ് വാട്ടർ ഇട്ട് വാഷ് ചെയ്യുക, അതൊക്കെ നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് തണുപ്പിക്കുന്നത് നല്ലൊരു കാര്യമാണ്. നല്ല ഫേസിന് നല്ലൊരു തണുപ്പ് കൊടുക്കുക. നന്നായിട്ട് നല്ലതുപോലെ വെള്ളം എടുത്ത് നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യുക കേട്ടോ. കാരണം ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴേ ചൂടാണ്, രാത്രിയും രാവിലെയും പകലും ഒക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴെങ്കിലും ചില സമയങ്ങളിൽ തണുപ്പുണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല, രാവിലെ എഴുന്നേൽക്കുന്ന സമയവും ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ചൂടിൽ നിന്നൊരു ചെറിയൊരു ആശ്വാസം നമ്മുടെ സ്കിന്നിന് കൊടുക്കാനായിട്ടൊന്ന് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക തണുത്ത വെള്ളത്തിൽ. ശേഷം വെറും വയറ്റിൽ ഞാൻ ചിയ സീഡ് ഡ്രിങ്കാണ് കുടിക്കുന്നത്. അത് നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഒമേഗ 3 അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നല്ല ക്ലിയർ സ്കിന്നിനും പിന്നെന്താ ആൻറ്റി ഏജിങ്ങിന്, നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആവാനൊക്കെ ഈ ചിയ സീഡ് നല്ലതെന്നാണ് പറയുന്നത്. അതുപോലെ വെയിറ്റ് ലോസിനും നല്ലതെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ കുടിക്കുന്നതേ ഉള്ളൂ. നമുക്ക് നല്ല ക്ലിയർ സ്കിൻ വരും. നമ്മുടെ ടാനായിട്ടൊക്കെ ഇരിക്കുന്ന നമ്മുടെ ഫേസിൽ ഡെയിലി നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചിയ സീഡ് ഇന്നലെ ഇട്ടിരുന്നതാട്ടോ. ചിയ സീഡ് രാവിലെ ആകുമ്പോൾ ഇങ്ങനെ കിടക്കും, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഇട്ട് ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ ഈ ചിയ സീഡ് ഇങ്ങനെ ആയി വരും. ആ ഡ്രിങ്ക് കുടിച്ചാൽ മതി. തലേ ദിവസമേ വെള്ളത്തിൽ കുതിർക്കാൻ ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ മറന്നു പോകുമെങ്കിൽ രാവിലെയാണ് ഇടുന്നത്. എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ കഴിക്കണം. നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതായിട്ട്, നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആവാനൊക്കെ നല്ലതാണ്. ഈ ചൂട് സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ബോഡിക്ക് ജലാംശം ഇല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അത് സ്കിന്നിനെ ബാധിക്കും. നമുക്ക് പല പല അസുഖങ്ങൾ വരും. സ്കിന്നിനെ ബാധിക്കുന്ന മാത്രമല്ല കേട്ടോ, ഒരുപാട് അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്കിന്നിൻ്റെ കാര്യം പറയുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ചിയ സീഡ് കംപ്ലീറ്റ് കുടിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ജോലികളെല്ലാം കിച്ചണിൽ ഒരുപാട് പണികളുണ്ടാവും, അതെല്ലാം ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ചില ദിവസങ്ങളിൽ ചില പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറ്റാർ വാഴ, അലോവേറയും മഞ്ഞളും കൊണ്ടൊരു ചെറിയൊരു ഫേസ് പാക്ക്. അലോവേറ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ അലോവേറ ജെല്ല്, അലോവേറ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ഈ വെറും വയറ്റിൽ നമ്മൾ ചിയ സീഡിന് പകരം അലോവേറ ജ്യൂസ് വേണമെങ്കിൽ കുടിക്കാം. അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ചിലർക്കൊക്കെ അലർജി ഉണ്ടാവാറുണ്ട്. ഉള്ളവരത് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അലോവേറ എടുത്ത ശേഷം ഇങ്ങനെ കുത്തി നിർത്തിയാൽ അതിൻ്റെ കറ പോവും. ഇങ്ങനെ ഫേസിലൊക്കെ ചൊറിച്ചിൽ വരുന്നത് അതിൻ്റെ കറയുടെ അലർജി കൊണ്ടാണെന്ന് പറയും. അങ്ങനെ ഞാനും കുത്തി വെച്ചു അതിൻ്റെ കറയെല്ലാം പോവാനായിട്ട്. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് എടുക്കുക കേട്ടോ. ഞാനിവിടെ അലോവേറ എൻ്റെ വീടിൻ്റെ മുന്നിൽ നട്ടു വെച്ചിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ എടുക്കാറൊന്നുമില്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും പൊടിക്കൈകൾ തലയിൽ തേക്കാനോ ഫേസിൽ അപ്ലൈ ചെയ്യാനോ ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ അലോവേറ ഇല്ലാത്തവരാണെങ്കിൽ അലോവേറ ജെല്ല് യൂസ് ചെയ്യാം കേട്ടോ. അതങ്ങനെ ആർക്കും അലർജി വരുന്ന കാര്യമില്ല അലോവേറ ജെല്ല്. പക്ഷേ എപ്പോഴും ഫ്രഷ് അലോവേറയാണ് എപ്പോഴും നല്ലത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴ. അപ്പോൾ അതിനെ ഞാൻ നൈഫ് കൊണ്ട് തന്നെ കട്ട് ചെയ്ത് ഫ്ലഷ് മാത്രമായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഞാനതിനെ നന്നായിട്ട് വാഷ് ചെയ്യും കേട്ടോ. ഇനി അതിലെന്തെങ്കിലും കറ ഇരുന്നിട്ട് ഫേസിലൊന്നും ചൊറിച്ചിൽ വരണ്ടെന്ന് എഴുതിയിട്ട്, ഇപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഫ്ലഷ് സെപ്പറേറ്റ് ചെയ്ത ശേഷം ഞാൻ അതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും കേട്ടോ. അതിൽ ഒട്ടും ഈ ഗ്രീൻ കളർ സ്കിൻ ഒട്ടും പാടില്ലാത്ത രീതിയിൽ, മാക്സിമം നല്ല രീതിയിൽ നമ്മളതിനെ ഫ്രഷ് മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ കറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോവാനായിട്ടാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. അങ്ങനെ കഴുകിയെടുക്കാമോ ഒന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ കഴുകിയുടെ എടുക്കുമ്പോൾ നമുക്ക് ഒട്ടും ചൊറിച്ചിലോ ഒന്നും വരാറില്ല. ഞാൻ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വരാറില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഞാൻ ഇവിടെ വീട്ടിൽ പൊടിച്ചതാട്ടോ. മുഴുവൻ മഞ്ഞൾ പൊടിച്ചെടുത്ത് നല്ല ഫ്രഷ് മഞ്ഞളാണ്, കടയിൽ നിന്ന് വാങ്ങിയതല്ല. അതൊന്നും അത്രയ്ക്ക് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വാങ്ങി പൊടിക്കാറാണ് ചെയ്യുന്നത്.
ആ പൊടിച്ച മഞ്ഞളാണ്. അതും അലോവേറയും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അലോവേറ അരച്ചെടുക്കുമ്പോൾ വെള്ളമായിട്ടായിരിക്കും വരുന്നത്. എന്നിട്ട് ആ മഞ്ഞയും കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ മഞ്ഞളും നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ തരും എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ വാരി തേക്കുന്നത് കേട്ടോ. പക്ഷേ തേക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത് ഫീൽ നമ്മുടെ സ്കിന്നിന് നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട്. എൻ്റെ ഫേസിൽ അറിയാമല്ലോ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ മഞ്ഞളൊക്കെ തേക്കുമ്പോൾ ഒന്ന് ഫെയ്ഡായി നിൽക്കും. കാരണം ഈ മഞ്ഞൾ അതിൻ്റെ മുകളിൽ വന്നിട്ട് അതൊന്ന് ഫെയ്ഡായി നിൽക്കും കേട്ടോ. അതൊക്കെ കൊണ്ട് മഞ്ഞൾ നല്ലതാണ്. പക്ഷേ അത് ചിലർക്കൊക്കെ അലർജിയാണ്. ഈ മഞ്ഞളായാലും കറ്റാർ വാഴയായാലും ഒക്കെ അലർജിയാണ്. അപ്പോൾ അങ്ങനെ അലർജി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പിന്നെ എന്ത് ചെയ്താലും അങ്ങനെ അലർജി കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ ഒരു പ്രശ്നമില്ല. എന്ത് വേണോ പരീക്ഷിക്കാം. ഇത് പരീക്ഷണമല്ല കേട്ടോ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഈ ചൂട് സമയം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 2 സാധനവും എടുക്കാമെന്ന് കരുതിയത്. അലോവേറയും മഞ്ഞളും രണ്ടും സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ നമ്മൾ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കിന്നിന്, ദാഹിച്ചിരിക്കുന്ന സ്കിന്നിന് വെള്ളം കിട്ടിയൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ മോയ്സ്ചറൈസറും സ്കിന്നിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുക. ഭക്ഷണവും വെള്ളവും ഒക്കെ നമ്മൾ സ്കിന്നിന് കൊടുക്കാമെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയുള്ളൂ. ഇത് പണ്ടൊന്നും ഞാൻ ഇത്രയും കെയർ കൊടുക്കാത്തത് കൊണ്ടാണ് എൻ്റെ സ്കിന്നിന് ഡാമേജ് വന്നത് കേട്ടോ, ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ ഇപ്പം ഞാൻ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പല പൊടിക്കൈകളും ഒക്കെ ചെയ്ത് അതിനെ സ്കിന്നിനെ വീണ്ടും ഞാൻ പഴയ ഒരു ഇതിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്, മാക്സിമം നോക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ സ്കിന്നും എന്നോടൊപ്പം കോപ്പറേറ്റ് ചെയ്യുക കേട്ടോ. ഒരു പരിധിയില്ലേ, എല്ലാത്തിനും ഒരു പരിധിയില്ലേ. അപ്പോൾ അത് മാക്സിമം എൻ്റെ സ്കിന്നും ഒക്കെ കുഴപ്പമില്ലാതായി വരുന്നുണ്ട്. മാക്സിമം എൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആയിരുന്നാലല്ലേ ഒരു ലുക്കൊക്കെ ഉള്ളൂ അല്ലേ. കാണുമ്പോൾ ഒരു 10 പേര് നോക്കണമെങ്കിൽ നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കണ്ടേ. അങ്ങനെ നമ്മുടെ പാക്കെല്ലാം ഇട്ട് കുറച്ച് സമയം, ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പാക്കെല്ലാം എൻ്റെ ഫേസിൽ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ കുളിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ ഫേസിൽ സോപ്പ് ഉപയോഗിക്കാറില്ല. ഒരുപാട് നാളായി ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ട്. ക്യൂർ സ്കിന്നിൻ്റെ ഫേസ് വാഷാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ വേറെ ഫേസ് വാഷായിരുന്നു. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ക്യൂർ സ്കിന്നിൻ്റെ ഫേസ് വാഷാണ്. രാവിലെയും വൈകുന്നേരവും ഞാൻ ഫേസ് വാഷ് ചെയ്യാറുണ്ട്. ഫേസ് വാഷ് കഴിഞ്ഞ ശേഷം സൺസ്ക്രീനാണ് ഇടുന്നത്. ഇതിപ്പോൾ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്ത സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ ആട്ടോ. ഓൾ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നല്ല സംഭവം കേട്ടോ. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്യൂർ സ്കിന്നിൻ്റെ സൺസ്ക്രീൻ ആയിരുന്നു. സൺസ്ക്രീൻ ഈ വെയിലത്ത് മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുക. ഇത് നല്ല പ്രോഡക്റ്റ് ആട്ടോ, ക്യൂർ സ്കിന്നിൻ്റെ. അല്ല എങ്കിൽ സൺബാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അതിൻ്റെയാണ് ഞാൻ ക്യൂർ സ്കിൻ ഉപയോഗിക്കുന്നതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ സൺബാൻ എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ ആട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് മാത്രമേ പുറത്തിറങ്ങാവൂ. ഈ വെയിൽ സമയത്ത്, ഈ സമ്മർ സീസണിൽ അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് നിങ്ങൾ ഉറപ്പായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കുക. പിന്നെ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ക്യൂർ സ്കിന്നിൻ്റെ ആണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. ക്യൂർ സ്കിന്നിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. പെയ്ഡ് പ്രൊമോഷനല്ല, ജെന്യുവനായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ടായിട്ട് പറയാം കേട്ടോ. എന്നിട്ട് ഞാൻ പോയി കുളിച്ച ശേഷം സൺസ്ക്രീൻ എല്ലാം അപ്ലൈ ചെയ്തു. ഡോക്ടർ സജസ്റ്റ് ചെയ്ത് സൺസ്ക്രീൻ ആട്ടോ ഞാൻ അപ്ലൈ ചെയ്തത്. ഓൾ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസറാണ്. നല്ലൊരു ക്രീമാട്ടോ. എന്നിട്ട് അടുത്ത പരിപാടി, ചുണ്ടിനും എന്തെങ്കിലും ദാഹജലം കൊടുക്കണ്ടേ. ഞാൻ വാസലിൻ അപ്ലൈ ചെയ്യാറുണ്ട്. മിക്കവാറും നൈറ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ പകൽ അപ്ലൈ ചെയ്യും. ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ചുണ്ടൊക്കെ ഡ്രൈ ആയിരിക്കുന്നതിനും പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഈ വാസലിൻ നല്ലതാണ്. ഞാൻ ഉപയോഗിക്കും. അത് എനിക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന കാര്യം കേട്ടോ ഈ വാസലിൻ. എന്നിട്ട് നമ്മൾ ശരിക്കും വെള്ളം കുടിക്കുക. അതിപ്പോൾ ജ്യൂസ് ആയിക്കോട്ടെ, സാധാ വെള്ളം ആയിക്കോട്ടെ, കരിക്കും വെള്ളം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ശരിക്കും വെള്ളം കുടിക്കുക. വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. വെജിറ്റബിൾസ്, ക്യൂക്കമ്പർ പോലുള്ള വെജിറ്റബിൾസ്, അതിലൊക്കെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഫ്രൂട്ട്സ് ഇല്ല, പൈനാപ്പിൾ ജ്യൂസാട്ടോ ഞാൻ ഇപ്പോൾ കുടിക്കുന്നത്. അതിന് ജ്യൂസ്, അപ്പം ഫ്രൂട്ട്സ് ഇഷ്ടമല്ലെങ്കിൽ ജ്യൂസായിട്ട് കുടിക്കാം. വാട്ടർമെലൺ, ഓറഞ്ച്, ഗ്രേപ്സ്, പൈനാപ്പിൾ, ഇതൊന്നും അധികം പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിക്കണ്ടല്ലോ. ഈ ആപ്പിളൊക്കെ അല്ലേ ഭയങ്കര വില. അതുകൊണ്ട് അങ്ങനെയുള്ള നോക്കാതെ ഈ വില കുറഞ്ഞ ഫ്രൂട്ട്സ് ആയാലും, ഈ വാട്ടർമെലൺ ഉണ്ടല്ലോ
ഭയങ്കര നല്ല സാധനമാണ്. നമുക്ക് വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. ഒരുപാട് വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ വാട്ടർ മെലൺ. അതൊക്കെ ഭയങ്കര വിലക്കുറവാണ്. അതൊക്കെ വാങ്ങി ജ്യൂസ് അടിച്ച് കുടിക്കുകയോ അപ്പോൾ കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ജ്യൂസ് അടിച്ചാണ് കുടിക്കാറ്. അപ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യുക. ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു, പിന്നെ ഇനി നാരങ്ങ വെള്ളം കുടിക്കും കേട്ടോ. അതൊക്കെ ഏറ്റവും നല്ല കാര്യം കേട്ടോ. നാരങ്ങ വെള്ളം ഉപ്പിട്ടോ മധുരം ഇട്ടോ, മധുരത്തിനെക്കാട്ടി ബെറ്റർ ഉപ്പിട്ട് കുടിക്കുന്നതാണ്. ഉപ്പിട്ടോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കുടിക്കുക. അതുപോലെ തന്നെ ശരിക്കും വെള്ളം കുടിക്കുക, സാധാ വെള്ളം ശരിക്കും കുടിക്കുക. ഞാൻ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ്. ശരിക്കും ഞാൻ വെള്ളം കുടിക്കും. ജ്യൂസായിട്ടോ ജ്യൂസിനെക്കാട്ടും ഞാൻ നന്നായിട്ട് വെള്ളം ശരിക്കും ഒരു 2-3 ലിറ്ററെങ്കിലും മാക്സിമം നമ്മൾ കുടിക്കുക. ഞാൻ അതിലും കൂടുതൽ കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നല്ല തണുപ്പിച്ച് വെച്ചിരുന്ന പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചപ്പം ഭയങ്കര ആശ്വാസം കേട്ടോ. പുറത്താണെങ്കിൽ ഭയങ്കര വെയിലും ചൂടും കാര്യങ്ങളും കേട്ടോ. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ 2 വീലറിലാണ് പോകുന്നതെങ്കിൽ ഫുൾ കവേർഡായിട്ട് പോവുക, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളം എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കെയർ ചെയ്യുക. അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് വന്നിട്ട് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഇത് ഞാൻ വെറും വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കുക, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ജ്യൂസ് കുടിക്കും. നാരങ്ങ വെള്ളം എന്തായാലും ചൂട് സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും കുടിക്കും കേട്ടോ. ലൈം ജ്യൂസ് കുടിക്കും, വെള്ളം ശരിക്കും കുടിക്കും. ജ്യൂസ് അതൊക്കെ വേണമെങ്കിൽ കുടിക്കാം, പക്ഷേ ഈ വെള്ളം കുടിക്കുന്നതിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് കുടിക്കുക. അപ്പോൾ ഞാൻ വേദയ്ക്കും അതുപോലെ തന്നെ കേട്ടോ, ഇതുപോലെ നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ അവൾക്ക് ഉപ്പിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ മധുരമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ മധുരമിട്ട് കുടിക്കുകയാണ്. മധുരമിട്ട് കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ല കാര്യമല്ല, പക്ഷെ എനിക്ക് മധുരമേ പറ്റത്തുള്ളൂ, ഉപ്പ് പറ്റത്തില്ല കേട്ടോ. വേദ ഉപ്പിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന അതേ കെയർ നമ്മുടെ ഹെയറിനും കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ചൂട് സമയത്ത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ സ്കിന്നിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇതേ കെയർ നമ്മുടെ ഹെയറിനും കൊടുക്കുക. പൊടിയും ചൂടും ഒക്കെ ആയിട്ട് നമ്മുടെ ഹെയറും സ്കിന്നും ഒക്കെ ആകെ ഡിസ്റ്റർബായിരിക്കുക. അപ്പോൾ അതിന് നല്ലൊരു കെയർ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, വേദയ്ക്കും ഞാൻ നാരങ്ങ വെള്ളം എല്ലാം കൊടുക്കാറുണ്ട്. അവൾക്ക് സംഭാരം ഭയങ്കര ഇഷ്ടം കേട്ടോ. അതും നല്ലതായി. ഈ ചൂട് സമയത്ത് നല്ല സംഭാരം വാങ്ങി കുടിക്കുന്നത് നല്ലതാണ്. കഴിവതും തണുപ്പില്ലാണ്ട് കുടിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതൊക്കെ ത്രോട്ടിന് ചെറിയ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും ഈ തണുപ്പ് ഈ ചൂട് സമയത്ത് കുടിക്കുമ്പോൾ കേട്ടോ. എന്നിട്ട് രാത്രിയും ഞാൻ ഈ ഫേസ് വാഷ് ഇട്ട് ഫേസ് എല്ലാം വാഷ് ചെയ്ത ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അത് നമ്മുടെ സ്കിന്നിന് നല്ലതാട്ടോ. രാത്രി സമയങ്ങളിൽ ഇതുപോലെ ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ ഫുൾ നമ്മുടെ ക്ലെൻസ് ചെയ്യും. നമ്മുടെ ഫേസ് ഫുൾ ക്ലെൻസ് ചെയ്ത ശേഷം നല്ലതായിട്ട് ഒരു മോയ്സ്ചറൈസർ, ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ കൊടുക്കുക. ഞാനെല്ലാം ക്യൂർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡോക്ടർ തന്ന പ്രോഡക്റ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഡോക്ടർ തന്നത് ഏതാണെന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഏതാണെന്ന് പറയുന്നില്ല. നിങ്ങളെല്ലാവരും ഡോക്ടറെ കണ്ടിട്ട് വേണം എന്ത് സാധനവും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല ഞാൻ എന്താ ഉപയോഗിക്കുന്നതെന്ന്. പിന്നെ രാത്രി ഞാൻ ലിപ്പിൽ വാസലിനൂടെ ഇടും. ഇന്നിപ്പോൾ രാവിലെ ഇട്ടതുകൊണ്ട് രാത്രി ഇടത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സമ്മർ സ്കിൻ കെയർ റൂട്ടീൻ. ഇതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെയൊന്നും ചെയ്തില്ലെങ്കിലും വെള്ളം ധാരാളം കുടിക്കുക. പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇത്രയിലും ഒരു മുടക്കവും ഇല്ലാതെ ചെയ്താലും നമ്മുടെ സ്കിന്നിന് കുറച്ചൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. കുറച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പറ്റുന്നത് പോലെ ചെയ്യാം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.